നാമല്ലോ തീരത്തെ ഓളങ്ങൾ. ഓളങ്ങൾ അവിടെ നിൽക്കട്ടെ ഗേസ്. നമുക്ക് ഗോദാവരി നദിയെക്കുറിച്ച് പഠിച്ചാലോ? ഉപദ്വീപീയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നവയിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്നവയിൽ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? അത് ഗംഗയാണല്ലേ, അതെല്ലാവർക്കും അറിയാം. എന്നാൽ പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നവയിൽ ഏറ്റവും നീളം കൂടിയ നദി എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഗോദാവരിയാണ്. ഈ ഗോദാവരിയുടെ നീളം എത്രയാണ് ഗൈസ്? 1465 കിലോമീറ്റർ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഉത്ഭവത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പശ്ചിമഘട്ടത്തിലെ ത്രയംബകേശ്വർ കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അപ്പോൾ ഈ ത്രയംബകേശ്വർ എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയിലെ നാസിക് പട്ടണത്തിൽ. നാസിക് പട്ടണത്തിന്റെ പ്രത്യേകത എന്താണ്? ഗ്രേറ്റ് സിറ്റി ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നു അല്ലേ. അപ്പൊ മഹാരാഷ്ട്രയിലൂടെ തെലങ്കാനയിലെത്തി ഛത്തീസ്ഗഡിന്റെ കുറച്ചു ഭാഗത്തൂടെ ഒഴുകി ആന്ധ്രാപ്രദേശിലൂടെ ബംഗാൾ ഉൾക്കടലിലാണ് ഗോദാവരിയുടെ പതനം. അപ്പൊ എത്ര സംസ്ഥാനങ്ങളിലൂടെ ഗോദാവരി ഒഴുകുന്നുണ്ട്? 4. ഏതൊക്കെയാണ്? മഹാരാഷ്ട്ര, തെലങ്കാന, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്. പിന്നെ നമ്മൾ ഇതിനെ കുറിച്ചിട്ടുള്ള പ്രധാന പോയിന്റുകൾ നോക്കുകയാണെങ്കിൽ ഗോദാവരിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് നാസിക് പട്ടണം, രണ്ടാമത്തേത് തെലങ്കാനയിലെ നിസാമാബാദ് പട്ടണം, മൂന്നാമത്തേത് ആന്ധ്രാപ്രദേശിലെ രാജമുദ്രി പട്ടണം. ഇനി ഗോദാവരിയുടെ തീരത്ത് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ആഘോഷം ഏതാണെന്ന ചോദ്യത്തിന് ഉത്തരം പുഷ്കാരമാണ്. ഏതാണ് ആഘോഷം? പുഷ്കാരം. ഗോദാവരിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രോജക്റ്റുകൾ, ഡാം പ്രോജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന് പോച്ചമ്പാട് പ്രോജക്റ്റ്, അല്ലെങ്കിൽ അതിനെ അറിയപ്പെടുന്നതാണ് ശ്രീറാം സാഗർ പ്രോജക്റ്റ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ പ്രാവിറ പ്രോജക്റ്റ്. ഏതാണ്? പ്രാവിറ പ്രോജക്റ്റ്. ഇനി ഗോദാവരി ഉണ്ടാക്കുന്ന ഡെൽറ്റയുടെ ഭാഗമായ കണ്ടൽക്കാട് ഏതാണെന്ന ചോദ്യത്തിന് ഉത്തരം കൊറിങ്ക കണ്ടൽക്കാടാണ്. ഗോദാവരി ഉണ്ടാക്കുന്ന ഡെൽറ്റയുടെ ഭാഗമായ കണ്ടൽക്കാട് ഏതാണെന്ന ചോദ്യത്തിന് ഉത്തരം കൊറിങ്ക കണ്ടൽക്കാടാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.